JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LD ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഈ തസ്തികകളിലേക്ക് എല്ലാം തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. 2023 മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ 10 മോഡൽ എക്സാം, NCERT ക്വസ്റ്റ്യന്, SCERT ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കോൺഫിഡൻസ് അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫറിനൊക്കെ എക്സാം ഡേറ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതില് ഓരോ പരീക്ഷയ്ക്കും ഓരോ തസ്തികയ്ക്കും എത്ര പേരാണ് പങ്കെടുക്കുന്നത്, അതുപോലെ തന്നെ എക്സാം ഡേറ്റ് എന്നാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആദ്യം സ്റ്റെനോ ടൈപ്പിസ്റ്റ് ആണ്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റേറ്റ് വൈഡ് ആണ്. 13/8/2024 പരീക്ഷ. അപ്പോൾ അതില് 8531 അപേക്ഷകരാണ് പ്രസ്തുത തസ്തികയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അടുത്തത് 146/2023 ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് SR4 ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വേരിയസ് ആണ്. മലപ്പുറം ജില്ലയിലാണ്. 13/8/2024 ട്യൂസ്ഡേ ആണ് പരീക്ഷ. 4245 അപേക്ഷകരാണ് പ്രസ്തുത തസ്തികകളിലെ ഉള്ളത്. അടുത്തത് 159/2023 ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 NCA ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. അപ്പോൾ ഇതില് 13/8/2024 പരീക്ഷ, ട്യൂസ്ഡേ ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 193 അപേക്ഷകരാണ് ഉള്ളത്. അതുപോലെ തന്നെ 191/2023 LD ടൈപ്പിസ്റ്റ്, അത് കേരാഫെഡിന്റെ ആണ്. കേരാഫെഡിലെ സ്റ്റേറ്റ് വൈഡ്, അതും 13/8/2024 പരീക്ഷ നടക്കുന്നത്, ട്യൂസ്ഡേ. 34,374 പേരാണ് പ്രസ്തുത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് 201/2023 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, അതും ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. തിരുവനന്തപുരമാണ്, വേരിയസ് തിരുവനന്തപുരമാണ്. അതിൻ്റെ അകത്ത് 13/8/2024 അതിന്റെ പരീക്ഷ നടക്കുന്നത്, ട്യൂസ്ഡേ. അപ്പോൾ 1439 പേരാണ് പ്രസ്തുത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്ത ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 201/2023 കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ 1719 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. 13/8/2024 തന്നെയാണ് പരീക്ഷ. അടുത്ത സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 438/2023, അത് സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോറൻസ് ലിമിറ്റഡ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ്. അതും 13/8/2024 പരീക്ഷ. അപ്പോൾ അതിന് 3381 അപേക്ഷകരാണ് ഉള്ളത്. അടുത്തത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് 500/2023 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ്, കേരള ബാങ്കിന്റെ ആണ്. അതില് 8174 അപേക്ഷകരാണ് ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ പരീക്ഷയും 13/8/2024 തന്നെയാണ്. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സ് സർവീസ് മാൻ NCC കോട്ടയം ജില്ലയാണ്. അവിടെയും 197 അപേക്ഷകരാണുള്ളത്. അതും 13/8/2024 പരീക്ഷ. അതുപോലെ തന്നെ അടുത്തത് 714/2023 ടൈപ്പിസ്റ്റ് ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, എക്സ് സർവീസ്മാൻ ഉള്ളിയാണ്. NCC സൈനിക് വെൽഫെയർ ആണ്, ആലപ്പുഴ ജില്ലയിലാണ്. അതും 13/8/2024 പരീക്ഷ. 139 അപേക്ഷകരാണുള്ളത്. അതുപോലെ തന്നെ അടുത്ത 714/2023 തന്നെയാണ്. അത് ഓരോ ജില്ലയിലുണ്ട്. കോട്ടയം, ഇടുക്കി, പാലക്കാട്. കോട്ടയം ജില്ലയിലെ 97 കാൻഡിഡേറ്റ്സ് ആണുള്ളത്. ഇടുക്കിയിലെ 34 അപേക്ഷകരാണുള്ളത്. പാലക്കാട് 58 അപേക്ഷകരാണുള്ളത്. കോഴിക്കോട് 95 അപേക്ഷകരാണുള്ളത്. കാസർഗോഡ് 58 അപേക്ഷകരാണ് ഉള്ളത്. അതുപോലെ തന്നെ 058/2024 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് വേരിയസ് കൊല്ലം ജില്ല, അതില് 156 അപേക്ഷകരാണുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയില് 104 അപേക്ഷകരാണുള്ളത്. കോഴിക്കോട് 113 അപേക്ഷകരാണുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് വേരിയസ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് NCC ഫോർ SCC, അതും 100 അപേക്ഷകരാണുള്ളത്. അതിന്റെ എല്ലാം പരീക്ഷാ തീയതി 13/8/2024 ട്യൂസ്ഡേ ആണ്.
അപ്പോൾ ഈ തസ്തികകളിലേക്ക് എല്ലാം തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. നമ്മുടെ റാങ്ക് ഫയലിന്റെ അകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. 2023 മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യനുകളും അതിന്റെ അകത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെ 10 മോഡൽ എക്സാം ഉണ്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് DCA ആഡ് ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ പ്രത്യേകമായിട്ട് തയ്യാറാക്കി. SCERT ക്വസ്റ്റ്യൻ, NCERT ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരീക്ഷ ഡേറ്റ് നോക്കാം. 093/2021 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി അതിന്റെ പരീക്ഷാ തീയതി 30/8/2024 ഫ്രൈഡേ ആണ്. 4788 അപേക്ഷകരാണുള്ളത്. അതുപോലെ തന്നെ 250/2023 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി സ്റ്റേറ്റ് വൈഡ് അതിന്റെ പരീക്ഷാ തീയതി 30/8/2024 ഫ്രൈഡേ ആണ്. 15 അപേക്ഷകരാണുള്ളത്. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് സ്റ്റേറ്റ് വൈഡ് ആണ്. അതിന്റെ പരീക്ഷാ തീയതിയും 30/8/2024 ഫ്രൈഡേ ആണ്. 33,349 അപേക്ഷകരാണ് ഉള്ളത്. അതുപോലെ തന്നെ 684/2023 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് അത് കേരള വാട്ടർ അതോറിറ്റി സ്റ്റേറ്റ് വൈഡ് ആണ്. അതിന്റെ പരീക്ഷാ തീയതി 30/8/2024 ഫ്രൈഡേ ആണ്. 12,821 അപേക്ഷകരാണുള്ളത്. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 698/2023 സ്റ്റേറ്റ് വൈഡ് ആണ്. അതിന്റെ പരീക്ഷാ തീയതി 30/8/2024 ഫ്രൈഡേ ആണ്. 14,738 അപേക്ഷകരാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ പരീക്ഷയ്ക്ക് എല്ലാം തന്നെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ. ഇനി റാങ്ക് ഫയൽ ആരെങ്കിലും ഒക്കെ മേടിക്കാതെ ഉണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് റാങ്ക് ഫയൽ മേടിക്കണം. കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ആ എക്സാമിനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ടോപ്പിക്കും പ്രത്യേകമായിട്ട് തിരിച്ച് ടൈപ്പ് റൈറ്റിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അതുപോലെ തന്നെ GK ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ പിന്നീട് ആവർത്തിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ 2023 പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ ഇനിയുള്ള പരീക്ഷകൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രസ്തുത റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷാ തീയതിയും അതുപോലെ തന്നെ ഓരോ പരീക്ഷയ്ക്ക് എത്ര പേരാണ് തയ്യാറെടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഞാൻ നാളെ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തരാം. അതുപോലെ തന്നെ സിലബസിനെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് വിശദമായിട്ട് ക്ലാസ്സുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.